ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗൗരി കീർത്തനയാണ്. ഗൗരി വെരി സൂൺ ഓസ്ട്രിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. സോ ഗൗരിയോട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഗൗരി. ഓക്കെ, സോ ഗൗരിയെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. യെസ് ഷുവർ. ഹായ്, ഞാൻ ഗൗരി കീർത്തന. ഞാൻ തൊട്ടടുത്ത് തന്നെ ഓസ്ട്രിയയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സമ്മർ ഇൻടേക്ക് മാസ്റ്റർ ഇൻ ഡാറ്റ സയൻസ് ആണ് എൻ്റെ കോഴ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ജി ബിയെ കുറിച്ച് അറിഞ്ഞത്? അപ്പോൾ ആദ്യമായി കോൺടാക്ട് ചെയ്തപ്പോൾ എന്ത് ഫീഡ്ബാക്ക് ആയിരുന്നു ജി ബിയിൽ നിന്ന് കിട്ടിയത്? ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ജി ബിയെ കുറിച്ച് അറിയുന്നത്. അമ്മയാണ് അഡ്വർടൈസ്മെന്റ് കാണുന്നത്. ജി ബിയിൽ വന്ന് എൻക്വയറി ഒക്കെ ചെയ്തപ്പോൾ വളരെ നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളും ആയിരുന്നു പൊതുവെ പുറത്തുനിന്നൊക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് എൻക്വയറി ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇതായപ്പോൾ നല്ല രീതിക്കുള്ള പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇത് ഫോർവേഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസൈഡ് ചെയ്തു ജി ബി എഡ്യൂക്കേഷൻ വഴി തന്നെ ട്രാവൽ ചെയ്യാന്നുള്ളത് അല്ലേ? ഓക്കെ, സോ ആ ഒരു ഹോൾ ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അഡ്മിഷൻ മുതൽ ഇപ്പം എത്തിനിരിക്കുന്ന ഈ ഒരു പോയിന്റ് വരെ എങ്ങനെയായിരുന്നു ഓരോ സ്റ്റേജിലും ജി ബിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്? ഷുവർ. ഇവിടെ വന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ് എനിക്ക് മീഖലായിരുന്നു കൗൺസിലറായിട്ട് കിട്ടിയിരുന്നത്. അവിടെ നിന്ന് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫ്രം ആപ്ലിക്കേഷൻ ടീന ആയിരുന്നു, അത് കഴിഞ്ഞ് സുജിഷ, പിന്നെ അങ്ങനെ കുറേ അഞ്ജലി, അങ്ങനെ കുറേ സ്റ്റാഫ് ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ടായിരുന്നു ഓരോ പ്ലാറ്റ്ഫോം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നത്. ടൈമിൽ അങ്ങനെ ഗൈഡൻസ് കിട്ടിയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട്. എനിക്ക് നവംബറിലായിരുന്നു ഞാൻ വന്നത് ഇവിടെ എൻക്വയറി ആയിട്ട്. എനിക്ക് ഒട്ടും ലാഗ് ഇല്ലാതെ സമ്മർ ഇൻടേക്ക് തന്നെ പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് വളരെ എൻ്റെ കൺസേണും അത് തന്നെയായിരുന്നു. ശരി, അക്കോമഡേഷനിലാണെങ്കിൽ നല്ല സപ്പോർട്ട് കിട്ടിയായിരുന്നു. കാരണം പൊതുവെ അക്കോമഡേഷന്റെ കാര്യത്തിൽ കുറച്ച് ലാഗും കാര്യങ്ങളും വരാറുണ്ട്, പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ ജി ബിയുടെ സപ്പോർട്ടോടെ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നല്ലൊരു റൂമാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് അവിടെ അക്കോമഡേഷൻ. ശരി, അപ്പൊ തീർച്ചയായിട്ടും ഇനി വരുന്ന സ്റ്റുഡൻസിനും ജി ബി തന്നെ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ജനറലി അബ്രോഡിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്താണ് ഗൗരിക്ക് പറയാനുള്ളത്? നമ്മുടേതായ എൻക്വയറിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുക, കുറച്ച് റീഡിംഗ് ഒക്കെ ചെയ്യുക, ഇതിനെക്കുറിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നല്ല രീതിക്കുള്ള സപ്പോർട്ടീവ് ഏജൻസി ഉണ്ട് എന്നാണെങ്കിൽ എന്തായാലും ഏത് കൺട്രി ആണെങ്കിലും എളുപ്പത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അല്ലേ? സോ താങ്ക് യു സോ മച്ച് ഗൗരി. ഗൗരിക്ക് ഓസ്ട്രേലിയ പോയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ലൈഫ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. മുന്നോട്ടും ജീവിയുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. സോ വൺസ് അഗൈൻ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.